ഇതിൻ്റെ ടയറിനൊരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് റോഡ് 5 ടയറാണ് വരുന്നത്. 110 സെക്ഷനാണ് ഫ്രണ്ടിൽ വരുന്നത്, 150 സെക്ഷനാണ് റിയറിൽ വരുന്നത്. റോഡ് 5 ടയറിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഭയങ്കര ഗ്രിപ്പാണ്, നല്ല കോൺഫിഡൻ്റ് ആണ്. ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് മിഷേലിൻ്റെ ഒരു പേറ്റൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ട്, ആക്ട് പ്ലസ് എന്ന് പറഞ്ഞിട്ട്. അതായത് കോർണറിങ് ചെയ്യുന്ന സമയത്ത് സുപ്പീരിയർ ഗ്രിപ്പാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഒരു പ്രീമിയം റൈഡ് ക്വാളിറ്റിയാണ് ഇത് ഓഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടയർ നിങ്ങൾ മാറ്റാതെ സെയിം ടയർ തന്നെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. എല്ലാവർക്കും TVS Apache RTR 310ൻ്റെ ഒരു റൈഡ് റിവ്യൂലേക്ക് സ്വാഗതം. ഓൾറെഡി നമ്മൾ ഇതിൻ്റെ മീഡിയ റൈഡിൽ നമ്മൾ ടെസ്റ്റ് റൈഡ് നടത്തിയിരുന്നു. അപ്പോൾ അതൊരു ഫസ്റ്റ് ബാച്ചിലുള്ള ബൈക്കായിരുന്നു ടെസ്റ്റ് റൈഡ് നടത്തിയത്. അത് ഫുള്ളി അഡ്ജസ്റ്റബിൾ സസ്പെൻഷനും അങ്ങനെയുള്ള കാര്യങ്ങളും ടോപ്പ് എൻഡ് മോഡലായിരുന്നു നമ്മൾ ടെസ്റ്റ് ചെയ്തത്. ഇതിൻ്റെ ബേസ് വേരിയൻ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ അല്ല. അപ്പം അതിൻ്റെ ഒരു ഫീഡ്ബാക്കും കാര്യങ്ങളും എങ്ങനെയുണ്ടെന്നുള്ളത് ഈ ഒരു റൈഡ് റിവ്യൂലേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഡിസൈനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് സൈബോർഗ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റോബോട്ടിക് സ്റ്റൈലിലുള്ള ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു വണ്ടി ഓവറോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി ഈ ഒരു BiLED ഹെഡ്ലാമ്പ് യൂണിറ്റ് എന്ന് പറയുന്നത് വളരെ അഗ്രസീവായിട്ടുള്ള ഒരു ഡിസൈനാണ്. ഫ്രണ്ട് ആൻഡ് ലുക്ക് എന്ന് പറയുന്നത് കിടിലാണ്, ഒരു രക്ഷയില്ല. ഒരു ഫ്രീ സ്റ്റൈൽ മെഷീൻ എങ്ങനെ ആകണം എന്നുള്ള രീതിയിൽ മാക്സിമം അവർ ചെയ്യാവുന്നത് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ വളരെ ഷാർപ്പാക്കിയിട്ട് ഒരു ടയർ ഹഗ്ഗർ സെപ്പറേറ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കൊള്ളാം. ഒരു നേക്കഡ് സ്ട്രീറ്റ് ഫൈറ്ററിൻ്റെ സ്റ്റൈലിംഗ്, ഈ ഒരു സബ് ഫ്രെയിമും ഒക്കെ അടിപൊളിയാണ് ഡിസൈൻ്റെ കാര്യത്തിൽ. ഈ ഒരു ബൈക്കിൻ്റെ എൻജിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പെർഫോമൻസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം RR 310ൻ്റെ കംപ്ലീറ്റ്ലി ഒരു റീട്യൂൺഡ് ആയിട്ടുള്ള എൻജിനാണ്. അപ്പോൾ ഇതിൽ എത്രത്തോളം പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഡിഫറൻസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനിഷ്യൽ പെർഫോമൻസിനും അതുപോലെ മിഡ് റേഞ്ച് ടോർക്കിനുമാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെപ്പയായിട്ട് ഒരു ഫൺ ടു റൈഡ് മെഷീൻ ഓടിക്കുന്നത് പോലെ നമുക്ക് ഓടിക്കാൻ പറ്റും. അപ്പോൾ RR 310 എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു ടോപ്പ് ആൻഡ് പെർഫോമൻസിന് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു സ്പോർട്സ് ബൈക്കാണ്. ഇത് കുറച്ചുകൂടെ ഒരു സ്ട്രീറ്റ് ഫൈറ്റർ കാറ്റഗറിയിലേക്കാണ് അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ എൻജിൻ റീട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു 3000 RPM വരെ ഒരു ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു എഫക്റ്റാണ്. പക്ഷേ 3000 RPMൽ നിന്ന് പെട്ടെന്നൊരു സഡൻ ജമ്പ് പോലെയാണ് കൈ കൊടുക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. 5000+ കയറുന്ന സമയത്ത് വണ്ടിക്ക് ഭയങ്കരമായ ഒരു പവർ ഡെലിവറി ഫീൽ ചെയ്യും. ടോപ്പ് എൻഡ് ഇപ്പോൾ ഞാൻ നേരത്തെ ടെസ്റ്റ് ചെയ്ത സമയത്ത് ഒരു 155 ഒക്കെ വരെ പോകാൻ പറ്റിയായിരുന്നു. 160 വരെയൊക്കെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാൻ ടോപ്പ് എൻഡ് മാക്സിമം ഇതിൽ ടോപ്പ് എൻഡ് ടെസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ 150+ സിമ്പിളായിട്ട് കയറും. അതുപോലെ തന്നെ ഇതിനകത്ത് വൈബ്രേഷൻ്റെ കാര്യത്തിൽ എനിക്ക് ഫസ്റ്റ് ബാച്ച് ഓടിച്ച സമയത്ത് കുറച്ചുകൂടെ സ്മൂത്തായിട്ട് തോന്നി. റിഫൈൻമെൻറ്റ് ലെവൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു തോന്നി അതിൽ. പക്ഷേ ഇതിൽ കുറച്ചൊരു വൈബ്രേഷൻ ഒരു 4000 RPM കഴിയുമ്പം ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപാടെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ തീർത്തും കുറവാണെന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ടൈപ്പിലുള്ള വൈബ്രേഷനാണ്. 300cc ഇത്രയും പവർ ഉണ്ടാക്കുമ്പം അത് എക്സ്പെക്റ്റഡ് ആണ്. 5 റൈഡിംഗ് മോഡ്സ് വരുന്നുണ്ട്. അത് നിങ്ങൾക്കറിയാം, അർബൻ, റെയിൻ, സ്പോർട്ട്, ട്രാക്ക്, അതുപോലെ സൂപ്പർ മോഡോ. അപ്പോൾ ആ ഒരു ECU മാപ്പിംഗ് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ 3000 RPMലേക്ക് അടുക്കുമ്പോൾ പെട്ടെന്നൊരു ജെർക്കോട് കൂടിയിട്ടാണ് ജമ്പ് ചെയ്യുന്ന പോലെ നമുക്ക് നിൽക്കുന്നത്. പക്ഷേ വണ്ടി കുതിച്ച് നിൽക്കും. അത് വേറൊരു ഇതിൻ്റെ ക്യാരക്ടറാണ്. അപ്പോൾ ആ ക്യാരക്ടർ കിട്ടാൻ വേണ്ടി അവരങ്ങനെ ചെയ്തതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ അല്പം കൂടെ സ്മൂത്ത് ആക്കാമായിരുന്നെന്ന് എനിക്ക് തോന്നി. വണ്ടി എന്തായാലും പവർഫുള്ളാണ്. RR 310നേക്കാളും പഴയ മോഡലിനെ വെച്ച് നോക്കുമ്പം വണ്ടി ലോ എൻഡിലും മിഡ് റേഞ്ചിലും പൊളിയാണ്, ഒരു രക്ഷയില്ല. ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്, ഭയങ്കര ഫണ്ണാണ് ഈ വണ്ടി ഓടിക്കാനായിട്ട്, നേക്കഡ് ആയതുകൊണ്ട് തന്നെ. പിന്നെ വെയിറ്റും വളരെ കുറവാണ്, 169 കിലോയേ ഉള്ളൂ. അപ്പോൾ 5 കിലോ RR 310നെ വെച്ച് നോക്കുമ്പം കുറഞ്ഞിട്ടുണ്ട് ഈ ഒരു വണ്ടിയിൽ. അപ്പോൾ അത് ഇതിനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പെർഫോമൻസിലാണേലും ഹാൻഡ്ലിങ്ങിലാണേലും. പിന്നെ ഇതിൻ്റെ റൈഡ് മോഡ്സിലെ കാര്യം പറയുമ്പോൾ നമ്മൾ അർബൻ മോഡും അതുപോലെ റെയിൻ മോഡും ഒരു 7500 RPM വരെ നമുക്ക് പുഷ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഒരു 120+ വരെ മാക്സിമം നമുക്ക് ഓടിക്കാം. അതിന് മേലെ ഇത് കയറത്തില്ല, ലിമിറ്റ് ചെയ്തിട്ടുണ്ട് RPM. അതുപോലെ തന്നെ ഇതിൻ്റെ മാക്സിമം പെർഫോമൻസ് കിട്ടുന്നത് സ്പോർട്ട് മോഡിലും അതുപോലെ ട്രാക്ക് മോഡിലുമാണ്. അപ്പോൾ അത് 9700 RPM വരെ നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും.
ഒരു 160 ഒക്കെ അടുത്ത് പോകാൻ പറ്റും. ആ ഒരു മോഡുകളിലാണ് ഇതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട്, ഇൻസ്റ്റൻറ്റ് പവർ ഡെലിവറി നമുക്ക് കിട്ടുന്നത് ആ ഒരു മോഡുകളിലാണ്. പിന്നെ ഈ ഒരു 2-4 മോഡുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർബനിലും റെയിനിലും ഇതിൻ്റെ ABS ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രോഗ്രസീവായിട്ടും സ്മൂത്തായിട്ടും ഒക്കെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ സ്പോർട്ട് മോഡിലും ട്രാക്ക് മോഡിലും കുറച്ചുകൂടെ ഷാർപ്പാണ്. തീർച്ചയായിട്ടും ട്രാക്ക് മോഡ് ഇടുമ്പം വളരെ ഷാർപ്പാണ്. അത് നമുക്ക് പിടിച്ചോടത്ത് നിൽക്കുന്ന രീതിയിൽ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഇനിഷ്യൽ ബൈറ്റ് കിട്ടുന്നുണ്ട്, കാരണം സിൻറ്റഡ് ബ്രേക്ക് പാഡ് ആയതുകൊണ്ട് തന്നെ നല്ല ബൈറ്റാണ്. ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ പൊളിയാണ്. അപ്പം ഇതിനകത്ത് കോർണറിങ് ABSും വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളിപ്പോൾ ഒരു ട്രാക്കിലൊക്കെ ഓടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, കോർണറിങ് എൻതൂസിയാസ്റ്റ് ആണ്, അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് യൂസ്ഫുള്ളാണ്. പിന്നെ ഇതിൻ്റെ കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത് RR13 അപേക്ഷിച്ചിട്ട് വളരെ വളരെ കൂടുതലാണ്. 12.17:1 ആണ്. അപ്പം അത് വളരെ കൂടിയൊരു കംപ്രഷൻ റേഷ്യോ ആണ്. RR13 10.9:1 ആയിരുന്നു. അതുകൊണ്ട് തന്നെ എൻജിൻ സ്റ്റോളിങ് വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഹയർ ഗിയറിൽ ഒരു ലോ സ്പീഡിലൊക്കെ ഓടിക്കുന്ന സമയത്ത്. പിന്നെ ഹയർ ഒക്ടൈൻ റേഞ്ചിലുള്ള പെട്രോൾ നമ്മൾ ഫില്ല് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത് രണ്ടും ശ്രദ്ധിക്കുക. കാരണം ഇതിൻ്റെ പവർ അതുപോലെ തന്നെ ടോർക്ക് ഒരല്പം കൂട്ടിയിട്ടുണ്ട്. 35 PS പവർ 9700 RPMലാണ്. അതുപോലെ 28 പോയിൻറ്റ് സംതിങ് ന്യൂട്ടൺ മീറ്റർ ടോർക്ക് വരുന്നത് 6600 RPMലാണ്. അത് സ്പോർട്ട് മോഡിലും ട്രാക്ക് മോഡിലുമാണ്. അപ്പം അർബൻ മോഡിലും റെയിൻ മോഡിലും നമുക്ക് അത് ലിമിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. 7500 RPMൽ 27 PSും അതുപോലെ 27 Nm ടോർക്ക് 6600 RPMലാണ്. അപ്പം പവർ ഡെലിവറി ഒരല്പം റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ ബിഗിനേഴ്സിന് അത് വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ റെയിൻ അല്ലെങ്കിൽ സ്ലിപ്പറി ആയിട്ടുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ പോകുമ്പം നമുക്കത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. എന്തായാലും പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്. ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടെന്നുള്ളതല്ലാതെ വേറെ വിഷയങ്ങളില്ല. വൈബ്രേഷൻ എവിടെയൊക്കെ ഫീൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സീറ്റിൻ്റെ അവിടെ ആ ഒരു പോർഷനിലും ടാങ്കിൻ്റെ അടിഭാഗത്തായിട്ടും ഈ ഹാൻഡിൽ ബാറിൽ ചെറുതായിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ല റോഡുകളിൽ ഹൈവേയിലൊക്കെ പൊളിച്ചോടിക്കുമ്പോൾ അത്ര നമുക്ക് അറിയത്തില്ല. അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങളാണ് എൻജിൻ്റെ കാര്യത്തിൽ പറയാനായിട്ടുള്ളത്. പെർഫോമൻസിൽ പൊളിയാണ് വണ്ടി. പിന്നെ ഇതിൻ്റെ ക്ലച്ചിൻ്റെ ഒരു ഫീൽ എന്ന് പറയുന്നത് ഒരു മീഡിയം ഹാർഡെന്ന് വേണേൽ പറയാം. നമുക്കിപ്പോൾ ഒരുപാട് സോഫ്റ്റൊന്നും ഒരുപാട് ഹാർഡൊന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ക്ലച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്ലിപ്പർ ക്ലച്ചൊക്കെ വരുന്നുണ്ട്. പിന്നെ ക്ലച്ച് പ്ലേറ്റ് ഒരു 6 പ്ലേറ്റ് ആണ് വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. പണ്ട് BS4 RR13 ഇറങ്ങിയ സമയത്ത് നമുക്ക് 7 പ്ലേറ്റ് ആയിരുന്നു. അപ്പോൾ അത് ഭയങ്കര കട്ടിയായിരുന്നു. പക്ഷേ ഇപ്പം കുറേ കൂടെ ലൈറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹെവി ട്രാഫിക്കിലൊക്കെ ഓടിക്കുന്ന സമയത്ത് ഒരു 25-20 മിനിറ്റിന് മേലെ ഓടിക്കുകയാണെങ്കിൽ മാത്രം കാൽമുട്ടിന് താഴേക്ക് ചെറുതായിട്ടുണ്ടാവും. അല്ലാതെ കാര്യമായ ഹീറ്റിംഗ് ഇഷ്യൂ ഇല്ല. എർഗണോമിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു മീഡിയം ഫ്ലാറ്റ് ആയിട്ടുള്ള ഹാൻഡിൽ ബാറാണ്. ഒരു ഫ്രീ സ്റ്റൈൽ മെഷീന് പറ്റിയ തരത്തിലുള്ള ഹാൻഡിൽ ബാർ ഡിസൈനാണ്. പിന്നെ ഇതിൻ്റെ ഫുഡ് പാക്ക് കുറച്ച് റിയർ സെറ്റാണ്. റൈഡർ സീറ്റ് വൈഡാണ്. അതുപോലെ ഓവർ കംഫർട്ട് എന്ന് പറയുന്നില്ല, എന്നാൽ തീർത്തും കംഫർട്ട് കുറവും എന്ന് പറയുന്നില്ല. ഒരു മീഡിയം കംഫർട്ട് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിനകത്ത് നമുക്ക് സീറ്റ് കൂൾ ചെയ്യാനും ഹീറ്റ് ചെയ്യാനും ഒരു പെൽറ്റിയർ മൊഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെൽറ്റിയർ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു ഫിസിക്സ് വെച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തൊരു ഈ വലുപ്പത്തിലുള്ള ഒരു ചെറിയ പെൽറ്റിയർ മൊഡ്യൂൾ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു വശം അതിൻ്റെ ഹീറ്റ് ആവാനും മറുവശം കൂളാവാനും ഉള്ള സെറ്റപ്പിലാണ്. അത് ബാറ്ററിയിൽ നിന്ന് എടുക്കുന്ന ഒരു ചെറിയ വോൾട്ട് കറണ്ട് വെച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഈ കാണുന്ന പടത്തിൽ കാണുന്നത് പോലത്തെ ഒരു സംഗതിയാണ് ഇതിനകത്ത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. റിയർ സീറ്റിൽ അങ്ങനെ ഒരു സെറ്റപ്പ് ഇല്ല, ഫ്രണ്ട് സീറ്റിൽ മാത്രമാണ്. പിന്നെ പില്ലിയൻ കംഫർട്ട് എന്ന് പറയുന്നത് നമുക്ക് അത്ര വലിയൊരു കംഫർട്ട് പ്രതീക്ഷിക്കേണ്ട ലോങ് റൈഡിലൊന്നും. പക്ഷേ സിറ്റി റൈഡിൽ നമുക്ക് അത്യാവശ്യം ഡിസ്റ്റൻസ് കവർ ചെയ്ത് പോകാൻ പറ്റും. സിംഗിൾ റൈഡാണ് ഇതിനകത്ത് മെയിനായിട്ട് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന സസ്പെൻഷൻ യൂണിറ്റ് എന്ന് പറയുന്നത് കുറച്ച് സ്റ്റിഫർ സൈഡാണ് കമ്പയർഡ് ടു അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ എന്ന് പറയുമ്പം നമ്മളുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് വേണോ ഹാർഡായിട്ടുള്ള സെറ്റപ്പ് വേണോ എന്നുള്ളത് നമുക്ക് പ്രിഫർ ചെയ്യാം. പക്ഷേ ഇതിൽ നമുക്ക് റിയർ സസ്പെൻഷൻ പ്രീലോഡ് മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കംപ്രഷൻ ഡാമ്പിംഗ് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ യൂണിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ കോസ്റ്റ് വരും. പക്ഷേ നിങ്ങൾ അങ്ങനത്തെ ഒരു ട്രാക്ക് എന്തൂസിയാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രം അത് പ്രിഫർ ചെയ്യുക. അല്ലെങ്കിൽ ഈ ബേസ് വേരിയൻറ്റിലേക്ക് നിങ്ങൾക്ക് പോകാം. ഇത് കുറച്ചൊരു സ്റ്റിഫർ സൈഡാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഇതിന് ഒരു 2 പോയിൻറ്റ് സോഫ്റ്റ് ആക്കാൻ പറ്റും ഇനിയും.
അല്ലെങ്കിൽ ഹാർഡാക്കാനേ പറ്റുള്ളൂ ബാക്കിയുള്ളത്. അപ്പം ടയർ ഗ്രിപ്പ് എന്ന് പറയുന്നത് പൊളിയാണ്. അതിനകത്ത് എനിക്കൊരു കംപ്ലൈൻറ്റും ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. റൈനി സീസണിൽ ഓടിച്ചിട്ടും അത് നോർമൽ കണ്ടീഷനിൽ ഓടിച്ചിട്ടും എനിക്ക് സൂപ്പർ ഗ്രിപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്. സ്പോർട്ട് മോഡൽ മാക്സിമം ആക്സിലറേഷൻ, അതുപോലെ റേസ് മാപ്ഡ് ആയിട്ടുള്ള ഒരു ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റമാണ്. സ്മൂത്ത് ആയിട്ടുള്ള ഡീസലറേഷനും അതിൽ വരുന്നുണ്ട്. ട്രാക്ക് മോഡൽ മാക്സിമം പവറും ഇൻസ്റ്റൻറ്റ് പവർ ഡെലിവറിയാണ്. മിനിമൽ ആയിട്ടുള്ള ABSൻ്റെ ഇൻ്റർവെൻഷനേ വരുന്നുള്ളൂ. പിന്നെ വരുന്ന ഒരു ടെക്നോളജി എന്ന് പറയുന്നത് RR310 പോലെ തന്നെ GTD ടെക്നോളജി ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഗ്ലൈഡ് ത്രൂ ടെക്നോളജി. സിറ്റി ലിമിറ്റിൽ നമ്മൾ ഓടിക്കുന്ന സമയത്ത്, വളരെ സ്പീഡ് കുറച്ച് ഓടുന്ന സമയത്ത് ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ആക്സിലറേറ്ററും അതുപോലെ ക്ലച്ചും യൂസ് ചെയ്യാതെ വണ്ടി ഒരു നിശ്ചിത സ്പീഡിൽ മൂവ് ആയിക്കൊണ്ടിരിക്കും. RTDS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേസ് ട്യൂൺ ഡൈനാമിക് സ്റ്റെബിലിറ്റി കൺട്രോൾ. അതിനകത്ത് കോർണറിംഗ് ABS, ട്രാക്ഷൻ കൺട്രോൾ, വീലി കൺട്രോൾ, റിയൽ ലിഫ്റ്റ് ഓഫ്, അതുപോലെ തന്നെ കോർണറിംഗ് ക്രൂസ് കൺട്രോൾ, സ്ലോപ്പ് ഡിപ്പെൻഡൻറ്റ് കൺട്രോൾ, അങ്ങനെയുള്ള കുറേയധികം ഫീച്ചേഴ്സ് ഇലക്ട്രോണിക്കലി അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ക്വിക്ക് ഷിഫ്റ്റർ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു വണ്ടിയുടെ പ്രൈസിംഗ് എന്ന് പറയുന്നത് ബേസ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2.5 lakhs-ലാണ്. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2.67 ആണ്. ടോപ്പ് എൻഡ് മോഡലിൽ 2.72 lakhs ആണ്. ഓൺ റോഡ് പ്രൈസ് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക, മറ്റുള്ളവർക്കത് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ മൈലേജ് എന്ന് പറയുന്ന സംഭവം. മൈലേജ് ഒരു സിറ്റി കണ്ടീഷനിൽ നല്ല രീതിയിലുള്ള ട്രാഫിക്കിൽ, കട്ട ട്രാഫിക്കിൽ ഓടിച്ചപ്പം ഏകദേശം എനിക്കൊരു 25-26+ ആ ഒരു റേഞ്ചിലാണ് കിട്ടിയത്. നിങ്ങളിപ്പോൾ ഒരു ഡീസൻ്റ് ആയിട്ട് ഓടിക്കുന്നത്, അതായത് സിറ്റിയും ഹൈവേയും ഒരു മീഡിയം സെറ്റപ്പിൽ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 28-30 വരെ കിട്ടും. പിന്നെ നിങ്ങൾ ഹൈവേയിലും കൂടുതലായിട്ട് ഓടിക്കുന്ന ഒരു സെറ്റപ്പിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 33+ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നമ്മളിപ്പം എപ്പോഴും ത്രോട്ടിൽ വളരെ റാഷായിട്ട് ഓടിക്കാതെ നിങ്ങളൊരു 80+ കണ്ടിന്യൂസ് കീപ്പപ്പ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 33+ സിമ്പിളായിട്ട് കിട്ടും. പിന്നെ ഈ വണ്ടിയുടെ സ്റ്റെബിലിറ്റിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി നല്ല സ്റ്റേബിളാണ്. ഒരു 150 വരെ കിടിലൻ സ്റ്റെബിലിറ്റി ഇതിന് കിട്ടുന്നുണ്ട്. അതിന് മേലെ മാത്രമേ ഉള്ളൂ ചെറിയൊരു സ്ലൈറ്റ് വോബ്ലിംഗ് ഇഷ്യൂ ഫീൽ ചെയ്തുള്ളൂ. അത് തീർത്തും സസ്പെൻഷൻ സോഫ്റ്റ് സെറ്റിങ്ങിൽ ഇടുമ്പോഴാണ്. നിങ്ങൾ കുറച്ച് മീഡിയം ഹാർഡായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിൽ ഒരു ഇഷ്യൂ ഇല്ല. പക്ക വണ്ടി പതിഞ്ഞിങ്ങനെ നിൽക്കും. കാരണം ഇതിൻ്റെ ടയറും ഓവറോൾ ഷാസിയുടെ ഒരു സെറ്റപ്പും റിലീസ് ഫ്രെയിമാണ് വരുന്നത്. നല്ല റിജിഡാണ്. പിന്നെ വീൽ ബേസ് കുറച്ചിട്ടുണ്ട് RR310 കമ്പയർ ചെയ്യുന്ന സമയത്ത്. ഇനി എൻ്റെ ഒരു ഫൈനൽ വെർഡിക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി ആർക്കൊക്കെ പെർഫെക്റ്റ് ആവും എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്ലസ് ആൻഡ് മൈനസ് ഒക്കെ ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങളിപ്പം RR310 പോലെയുള്ള ഒരു സ്പോർട്സ് ബൈക്കിനേക്കാളും ഇഷ്ടപ്പെടുന്നത് ഒരു നേക്കഡ് ബൈക്കാണ്. അതുപോലെ തന്നെ ഇനിഷ്യൽ പെർഫോമൻസിനും ആ ഒരു സിറ്റിയിലും അതുപോലെ പൊളിച്ചൊക്കെ ഹൈവേയിൽ ഓടിക്കാനും ഇനിഷ്യൽ പിക്കപ്പും മിഡ് റേഞ്ച് പഞ്ചും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ടോപ്പ് എൻഡ് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പ് എൻഡ് മതി. കുതിച്ച് നിൽക്കുന്ന ഒരു അടിപൊളി ഫൺ ടു റൈഡ് ഫ്രീ സ്റ്റൈൽ മെഷീനാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വണ്ടി നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ പോരായ്മയായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത് ഇതിൻ്റെ വൈബ്രേഷൻ കുറച്ചുകൂടെ റെഡ്യൂസ് ചെയ്യുക. 3000 RPM വരുന്ന ഒരു ജെർക്ക് ഒന്ന് സ്മൂത്ത് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഈ വണ്ടി അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് പൊളിയാണ്. ഓവറോൾ ബിൽഡ് ക്വാളിറ്റി കിടിലുമാണ്. അതിനകത്ത് എനിക്ക് ഒരു തരത്തിലുള്ള പോരായ്മകളും തോന്നിയിട്ടില്ല. എവിടെ നോക്കിയാലും നിങ്ങൾക്ക് ഒരു ഹൈ ക്വാളിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഒരു പ്രീമിയം ഫിനിഷ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതുപോലത്തെ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ പൊളിയാണ്. നിങ്ങൾ ട്രാക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നിങ്ങൾ ട്രാക്കിൽ ഓടിക്കും, ഇടയ്ക്ക് നിങ്ങൾ അല്ലാതെയുള്ള റൈഡിനും നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഹയർ വേരിയൻറ്റിലേക്ക് നോക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് പവർ, അതുപോലെ തന്നെ ഫണ്ണ്, അതാണ് ഇതിനകത്ത് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഒരു 300cc റേഞ്ചിൽ വരുന്ന ബൈക്ക് കിടു ലുക്കും അതുപോലെ തന്നെ പെർഫോമൻസും ഇൻക്ലൂഡ് ചെയ്ത് ഒരു നല്ല രീതിക്കുള്ള ഫീച്ചേഴ്സും നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വണ്ടി പ്രിഫർ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞെക്കിപ്പൊട്ടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ അവിടെ ആയിട്ടുണ്ട്. അത് നിങ്ങളുടെ ഒരു ഇംഗിതം പോലെ ചെയ്തുക. അപ്പോൾ അടുത്തൊരു കിടു വീഡിയോയുമായി വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ.